എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് 3 മെഷീൻ ലേണിംഗ് ടൂൾസ് ആണ്. ഒന്ന് സൈക്കിറ്റ് ലേണും, ഒന്ന് പൈടോർച്ചും, ഒന്ന് ടെൻസർഫ്ലോയും. അതിൽ ഫസ്റ്റ് 3 എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് മെഷീൻ ലേണിംഗ് ടൂൾസ് ആണ്. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിൽ ലേൺ ചെയ്യാനും എല്ലാ കാര്യത്തിനും ഈസിയാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സൈക്കിറ്റ് ലേൺ ആണ്. അതൊരു ഓപ്പൺ സോഴ്സ് പൈത്തൺ ലൈബ്രറി ആണ്, ട്രഡീഷണൽ മെഷീൻ ലേണിംഗിന്റെ ബേസിലായിട്ട്. അത് ബിൽഡ് ചെയ്യിക്കുന്നത് നംപൈ, സൈപൈ, അതേപോലെ മാറ്റ്ലോട്ലിബിന്റെ മേലെയാണ്. അതിന്റെ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് എന്ന് പറയുന്നത് ലീനിയർ റിഗ്രഷൻ, SVM, ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ്, കെ മീൻസ്, അങ്ങനെയുള്ള അൽഗോരിതംസ് വെച്ചിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈസി ടു യൂസ് APIs ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഈസിയാണ്. ഇത് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന്റെ ടൂളാണ് ഈ സൈക്കിറ്റ് ലേൺ എന്ന് പറയുന്ന സാധനം. അത് കഴിഞ്ഞ് ഇതിന്റെ യൂസ് കേസ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് മോഡലിനാണ്. അതായത് കസ്റ്റമേഴ്സിന്റെ ഇത് പ്രഡിക്ഷനും അങ്ങനത്തെ ഒക്കെ നടത്താനും, ഡാറ്റ അനാലിസിസ്, അതേപോലെ മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെൻസർഫ്ലോ ആണ്. ടെൻസർഫ്ലോ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ഒരു മെഷീൻ ലേണിംഗ് ടൂൾ തന്നെയാണ്. പക്ഷെ അത് ഡിസൈൻ ചെയ്തത് ഡീപ്പ് ലേണിങ്ങിന് വേണ്ടിയിട്ടാണ്. മറ്റേത് നോർമൽ ലെവൽ ലേണിംഗ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡീപ്പ് ലേണിംഗ് ആണുള്ളത്. അതിനകത്ത് ബോത്ത് റിസർച്ച് ആൻഡ് പ്രൊഡക്ഷൻ ഗ്രേഡ് സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് റിസർച്ചിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇത് ഫ്ലെക്സിബിൾ ആണ് സാധനം. അതായത് കസ്റ്റമറിന് അനുസരിച്ചിട്ടുള്ള സാധനം ആയ രീതിയിൽ ഇത് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഹൈ ലെവൽ കെറാൻസ് API ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതിൻ്റെ അത് GPU ആൻഡ് TPU ആക്സിലറേറ്റഡ് ട്രെയിനിങ് ഉണ്ട്. അതായത് ട്രെയിനിങ് ടൈം ബൾക്കായിട്ടുള്ള ഡാറ്റ ഇല്ലത് കൊണ്ട് തന്നെ ട്രെയിനിങ് ടൈം വളരെ കൂടും. അതുകൊണ്ട് GPU ആക്സിലറേഷൻ, TPU ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് ഈ ട്രെയിനിങ് ടൈം നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇത് സ്കെയിലബിൾ ആണ്. ലാർജ് ഡാറ്റ സ്ട്രക്ചറിനും ഡാറ്റ സ്ട്രക്ചേഴ്സിനൊക്കെ ഇത് ഡാറ്റ സെറ്റ്സിനും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് സ്ട്രോങ് എക്കോസിസ്റ്റം ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടെൻസർഫ്ലോ പ്രൊവൈഡ് ചെയ്യുന്ന ടെൻസർഫ്ലോ സേവിങ്ങും ടെൻസർഫ്ലോ ലൈറ്റ് ഫോർ മൊബൈൽ എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട്. ഇതിപ്പം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ടെൻസർഫ്ലോ എന്ന് പറയുന്ന സാധനം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൈടോർച്ച് ആണ്. പൈടോർച്ച് ഒരു ഓപ്പൺ സോഴ്സ് ഇതേപോലെ മെഷീൻ ലേണിംഗ് ടൂൾ തന്നെയാണ്. അത് റീസെർച്ചിന് വേണ്ടിയിട്ടും പിന്നെ ഡൈനാമിക് കമ്പ്യൂട്ടേഷണൽ മാപ്പിന് വേണ്ടിയിട്ടുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡീപ്പ് ലേണിംഗ് ആണ് ഇത് മെയിനായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പം ഇത് പറഞ്ഞ പോലെ ടെൻസർഫ്ലോ പറഞ്ഞ പോലെ തന്നെ ഡീപ്പ് ലേണിങ്ങിന് കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് റിസർച്ച് ഫ്രണ്ട്ലി ആണ് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. എക്സ്പെരിമെന്റിനും ഡീബഗ്ഗിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിപ്പോൾ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ അതായത് ടെസ്ല, ഊബർ പോലുള്ള കമ്പനീസ് ഒക്കെ ഈ വിഷ്വൽ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിനിപ്പോൾ ഒരു ലാർജ് കമ്മ്യൂണിറ്റി ഇതിന്റെ ബേസിൽ ബിൽഡായി വരുന്നുണ്ട്. അത് വെച്ചിട്ട് ഇത് ഇംപ്രൂവ് ആയി വരാൻ ചാൻസ് ഉണ്ട്.